ഈ സാമ്പാറിന് എത്ര കായ ഇടണം? കായോ? കായമാണോ കായാണോ? കായം. കായം ഒരു നുള്ളിട്ടാ മതി പൊടിയാണെങ്കിൽ. മറ്റേ കഷ്ണമാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം. കായം അല്ലാണ്ട് പരിപ്പ് എത്ര എടുക്കണം? പരിപ്പ് ഒരു 112 എണ്ണം എണ്ണി എടുക്കണം. ഇത് പോവച്ച അവിടുന്ന് എന്തോരം സാമ്പാർ വേണം അതിനനുസരിച്ച് അതിൻ്റെയൊക്കെ ഒരു കണക്ക്. നിന്നെ ഞാൻ കാണാനിരിക്കായിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞല്ലായിരുന്നോ പാത്രം കഴുകി വെച്ചിട്ട് വന്ന് കിടക്കണമെന്ന്? അയ്യോ, പാത്രം ഞാൻ കഴുകി വെച്ചായിരുന്നു ചേട്ടത്തി. കഴുകി വെച്ചു? നീ കഴുകി വെച്ചതേ ചോറ് വെച്ചിരുന്ന കലവാ. എന്നെ തരുന്ന ചോറ് എന്തിയടാ? കല ഞാൻ കഴുകി. ചോറ് എന്തിയെന്ന്? അരക്കലം ചോറുണ്ടായിരുന്നു അതിനകത്ത്. ദൈവമേ, ബോധമില്ലാതെ എന്തൊക്കെയാടാ നീ കാണിച്ചിരിക്കുന്നേ? ബോധമില്ലാതെയോ? ബോധമല്ലേ, എനിക്ക് ചിറ്റപ്പന് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. അപ്പം മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. എന്നിട്ടാണ് ചോറെടുത്ത് കളഞ്ഞ വെച്ച് കലം കഴുകി വെച്ചത്. സോറി, അടുത്ത് ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ. മോൻ ഇന്ന് കളി കാണാൻ പോകുന്നുണ്ടോ? പിന്നെ ഇന്ന് കളി കാണാൻ പോകുന്നുണ്ടോ? എന്തൊരു ചോദ്യം അടുത്തി. എല്ലാ കമ്പനിക്കാരും ഒരു അടിപൊളി കളിയാണ്. എന്നിട്ട് അവിടെങ്ങാനും കിടന്നോണം. രാത്രി ഇവിടെ വന്ന് വാതിലെ വിട്ട് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല തുറന്നു തരാനും ചോറ് വിളമ്പി വെച്ചോണ്ട് കാത്തിരിക്കാനൊന്നും. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഡോർ അടക്കണ്ട, ചാരി ഇട്ടിരുന്ന മതി. എന്നിട്ട് വേണം വല്ല കള്ളന്മാരും കയറാൻ. ഓ, അതിന് ഈ വീട്ടിലെ കഴിഞ്ഞ് വലിയ കള്ളന്മാർ എവിടെ ഇരിക്കുന്നു കുഞ്ഞെ? അത് ശരിയാ. എന്നാ പിന്നെ വേറൊരു കാര്യം ചെയ്യ്, ചേട്ടത്തി റൂം പൂട്ടി ഇറങ്ങിക്കോ. ഇറങ്ങിക്കോളാനോ? അല്ല, റൂം പൂട്ടി ഇറങ്ങിക്കോ. പേർക്ക് എനിക്ക് എന്താ ഞാൻ പൊക്കോളാം. എന്നിട്ട് വേണം അതെവിടെയെങ്കിലും കൊണ്ട് കളയാൻ. നടക്കൂല. നീ ഈ വീട്ടിലെ ടി വിയിൽ ഇടുന്ന വേൾഡ് കപ്പ് കണ്ടാ മതി. എന്റെ പൊന്നെടുത്ത് ഇവിടുത്തെ ടി വിയിൽ കണ്ടി ഒരു രസമില്ലെന്ന്. രസോ? നിനക്ക് കൂടുതൽ രസം വേണമെങ്കിൽ ഞാൻ ഉത്തോണ്ണോട് പറഞ്ഞ് അറേഞ്ച് ചെയ്യാം. വേണ്ട, എന്താ വേണ്ട, എന്താ രസം കൂടുതൽ. നീ എണ്ണിച്ച് പോയാണ്. നീ ഇപ്പൊ പിന്നെ തിരികെ ഇങ്ങോട്ട് പരപ്പോ. അതാണ് പോയിരുന്ന് പഠിച്ചാൽ പോ. ഞാൻ കാണാൻ പോകുന്നു. പോ. എന്താ? അല്ല, ഞാൻ തിരുമ. നീ തിരുമണ്ടി വരും. അച്ഛൻ്റെ അടുത്ത് വല്ലതും പറഞ്ഞായിരുന്നോ? എന്തിനാ പറഞ്ഞ ഇതൊക്കെ കൂടെ അച്ഛനോട് പറഞ്ഞ? അച്ഛന്റെ ബി പി കൂട്ടുന്നേ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ചേട്ടൻ്റെ അടുത്തോ? ഞാൻ ആരോടൊന്നും പറഞ്ഞില്ല. അല്ല, അവർക്കെല്ലാം മദ്യപിച്ചിട്ട് വരാമെങ്കിൽ പിന്നെ നമുക്കെന്താ മദ്യപിച്ചൂടെ? അവര് മദ്യപിച്ചിട്ട് ഇതുപോലെ പാതിരാത്രിക്കാണോ വീട്ടിൽ വന്ന് കയറുന്നേ? അല്ല, ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ശല്യം ഉണ്ടാക്കുന്നുണ്ടോ അവര്? നമുക്ക് ആഫ്റ്റർ ഓൾ അവരവരുടെ കാശിനാണ് മദ്യപിക്കുന്നത്. ഞാൻ ഓസി അടിക്കുന്നതാണ് ഉദ്ദേശിച്ചല്ലേ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അല്ല, ഈ നമ്മൾ ഉച്ചക്ക് സാമ്പാറല്ലേ ഉണ്ടാക്കുന്നേ? ആണെങ്കിൽ സാമ്പാറിന് കഷ്ണം അരി കേട്ടോ. വേണ്ട, ഞാൻ അരിഞ്ഞ്. ചോറ് ചോറോ? ചോറ് വെച്ചു. നമുക്ക് രണ്ടുകൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാലോ? അരി സാമ്പാർ. അരി സാമ്പാറോ? അതായത് നമ്മൾ സാധാരണ ചോറ് കൊണ്ടുവച്ചിട്ട് അതിന്റെ കൂടെ അല്ലേ സാമ്പാർ ഇങ്ങനെ ഒഴിച്ചല്ലേ കഴിക്കുന്നേ? അപ്പൊ നമ്മൾ രണ്ടുകൂടി മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാലോ? നിനക്ക് കെട്ടിറങ്ങിയില്ലടാ. കുറച്ച് മോരുവെള്ളം എടുക്കട്ടെ? വേണ്ട. എന്താ നിന്റെ കുഴപ്പം? കളിയാണ്, വിടുവോ? നടക്കൂല. ചിറ്റപ്പാ, എത്ര നാളായി ഓർമ്മക്കുറവ് വന്നിട്ട്? 1805. പോ, ഇറങ്ങിപ്പോ. അല്ല, അപ്പൊ അടുക്കള വെച്ച് പറഞ്ഞത് ഓർമ്മക്കുറവാണെന്ന്. ഓർമ്മക്കുറവുണ്ട്. പിന്നെ ചിറ്റപ്പ മരുന്ന് കഴിക്കുന്നുണ്ടോ ഇതിനകത്ത്? എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ട്. മരുന്ന് കഴിക്കുന്നുണ്ടല്ലേ? എന്നാ മരുന്നിന്റെ പേരെന്ന് പറഞ്ഞേ. മരുന്നിന്റെ പേര് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. സ്ലിപ്പ് എങ്കിലും കാണിച്ചതാ? എടി, ആ സ്ലിപ്പ് എവിടാന്നാണ് ഞാൻ ഇത്ര നേരം ആലോചിച്ചോണ്ടിരിക്കുന്നത്. സ്ലിപ്പ് കിട്ടുന്നില്ല. അതും മറന്നുപോയി. അപ്പൊ ചിറ്റപ്പന് ഒന്നും ഓർമ്മയില്ല. ചിറ്റപ്പ 2 ദിവസം മുന്നേ എന്റെ അടുത്ത് കാര്യം ആവശ്യപ്പെട്ടായിരുന്നു, അത് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല. ചിറ്റപ്പന്റെ കൂട്ടുകാരന് എന്തൊക്കെയോ കൊടുക്കണോന്ന്. 200 കണ്ട ചിറ്റപ്പന്റെ ഓർമ്മക്കുറവ് ഒരു മരുന്നില്ലാണ്ട് തീർത്തന്നില്ലേ? എടി, അത് ചില കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്, ചില കാര്യങ്ങൾ ഓർമ്മയില്ല. അങ്ങനെയാണല്ലേ? പിന്നെ ചിറ്റപ്പ, ഈ ഓർമ്മക്കുറവ് വെറുതെ നമ്പർ അല്ലേ? എന്ത് നമ്പര്? ഒരു നമ്പർ ഇടുന്ന നിന്റെ കാര്യം നോക്കി വേണേ. പോ. അപ്പൊ ചിറ്റപ്പന്റെ ബോധക്കേടോ? എന്ത് ബോധം? എനിക്ക് ഓർമ്മയില്ല, കിട്ടുന്നില്ലെന്നൊന്നും. ഒന്നും കിട്ടുന്നില്ല. ചിറ്റപ്പന്റെ ബോധക്കേടിന്റെ കാര്യമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടാ. നിനക്ക് എങ്ങനെ അറിയാം? ഞാൻ അച്ഛന്റെ അടുത്ത് ഇപ്പൊ പറഞ്ഞു കൊടുക്കും. എന്തിനാ അച്ഛൻ്റെ അടുത്ത് പറയണം? മക്കള് എന്റെ പൊന്നുകൾ എന്തിനാ അച്ഛൻ്റെ അടുത്ത് പറയണം? ഇതൊക്കെ ചുമ്മാ ഓർമ്മ ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഒരു ഇതല്ലേ. നീ ചുമ്മാ കളിപ്പിക്കാൻ നീ അച്ഛനടുത്ത് പറയത്തുന്നു. ഞാൻ പറയും. നീ പറയത്തില്ല. ഞാൻ പറയണൊക്കെ കേക്കൂ. കേക്കാം. ചിറ്റപ്പൻ എണ്ണീറ്റേ. സിമ്പിൾ പരിപാടി. ഇനി ഇതേപോലെ ഞാൻ പറയണ കേക്കണം കേട്ടല്ലോ? ഓക്കെ, ഡീലല്ലേ? മക്കളെ ചെല്ല്.